സംസാരിക്കാം. ഓക്കെ, ശ്രീ സുരേന്ദ്ര, ഇതിനകത്ത് ഈ പീക്ക് ടൈമിൽ, അതായത് 6 മണി മുതൽ 10 മണി വരെ 5031 മെഗാവാട്ട് വൈദ്യുതിയാണ് ഉപയോഗിക്കുന്നത്. വൈദ്യുതി വിതരണ ലൈനിൽ ലോഡ് ക്രമാതീതമായി കൂടുകയും ചെയ്യും. ഈ അവസരത്തിലേക്കായിട്ട്, അതായത് പീക്ക് ടൈമിലേക്കായിട്ട് നമ്മൾ ഇപ്പോൾ ഈ സ്മാർട്ട് മീറ്റർ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേക റേറ്റ് വെച്ച് കഴിയുമ്പോൾ ഈ ഉപഭോഗം കുറച്ച് കുറയ്ക്കാൻ സാധിക്കത്തില്ലേ? കേന്ദ്ര സർക്കാരിൻ്റെ ഈ സ്മാർട്ട് മീറ്റർ പദ്ധതി കേരളം മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും പറഞ്ഞിട്ടുള്ള കാര്യം വളരെ ശരിയാണ്. ഇപ്പോഴത്തെ നമ്മളുടെ ഒരു സാഹചര്യം എടുത്ത് നോക്കുമ്പോൾ പീക്ക് അവേഴ്സ് എന്ന് പറയുന്നത് ടൈമിങ്സിൽ വലിയൊരു മാറ്റം വന്നിരിക്കുകയാണ്. നേരത്തെ നമ്മളെ പീക്ക് അവേഴ്സ് എന്ന് പറയുന്നത് 6 മണി മുതൽ 10 മണി വരെ ആയിരുന്നു. ഇപ്പോഴത്തെ പീക്ക് അവേഴ്സ് എന്ന് പറയുന്നത് 6 മുതൽ 2 മണി വരെയും 3 മണി വരെയും നീണ്ടു നിൽക്കുകയാണ്. അതേപോലെ തന്നെ മോർണിംഗ് പീക്ക് കൂടി വരികയാണ്. അപ്പോൾ ഈ പീക്ക് അവേഴ്സിലുള്ള ഡിമാൻഡ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക ഒരു സാഹചര്യമാണ് നമ്മൾ കാണേണ്ടത്. മറ്റുള്ള സംസ്ഥാനത്തിനേക്കാൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിമാൻഡ് കർവാണ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ മുമ്പിലുള്ളത്. അതായത് പകൽ സമയത്തിനേക്കാൾ ലോഡ് വൈകുന്നേരങ്ങളിൽ പീക്ക് അവേഴ്സിൽ 30% കൂടുതലുള്ള വർധനമാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു പീക്ക് അവേഴ്സിലുള്ള ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ജനറേഷൻ ഉൾപ്പെടെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഈ വൈകുന്നേരങ്ങളിലുണ്ടാവുന്ന പീക്ക് ഡിമാൻഡിന് അനുസൃതമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവണം. അതനുസരിച്ചിട്ടുള്ള എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ടാവണം. അപ്പോൾ പീക്ക് അവേഴ്സിലുള്ള ലോഡ് കുറയ്ക്കുക എന്നുള്ളത് നമ്മളുടെ ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ 1,36,00,000 ഉപഭോക്താക്കൾ, നേരത്തെ ദിനേശ് പറഞ്ഞ പോലെ തന്നെ ഓരോ ഉപഭോക്താവും കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടൊന്ന് സാമൂഹിക പ്രതിബദ്ധതയോട് കൂടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ പീക്ക് ഡിമാൻഡിൽ ഒരു കുറവ് വരുത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിൽ സ്മാർട്ട് മീറ്ററിൻ്റെ ഒരു റോൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഒരു ഉപഭോക്താവിന് കൂടുതലായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഈ സ്മാർട്ട് മീറ്ററിൽ കൂടി കൊടുക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ എത്രയാണ് ഉപയോഗിക്കുന്നത്, എല്ലാ ഇൻഫോർമേഷൻസും ഈ സ്മാർട്ട് മീറ്ററിൽ കൂടെ കൊടുക്കാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡിന് കൂടിയും റിയൽ ടൈമായിട്ടുള്ള കൺസംഷൻസ് കൂടി മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അതിനേക്കാൾ അപ്പുറം TOD സംവിധാനത്തിലേക്ക് കൂടി പോകാൻ പറ്റും. ടൈം ഓഫ് ഡേ, ഓരോ സമയത്തും ഡിമാൻഡ് കൂടുന്നതനുസരിച്ചിട്ടുള്ള നമ്മുടെ താരിഫിലുള്ള ഒരു വ്യത്യാസം കൂടി വരുത്തിക്കൊണ്ട് ടൈം ഓഫ് ഡേ TOD മീറ്റിംഗ് സംവിധാനത്തിലേക്ക് കൂടി കൊണ്ടുപോകാനുള്ള വലിയ ഒരു പദ്ധതി തന്നെയാണ് സ്മാർട്ട് മീറ്ററിങ്. നമുക്കറിയാം, നമ്മളിപ്പോൾ പോകുന്നത് ഡീകാർബണൈസേഷനും ഡിജിറ്റലൈസേഷനിലേക്കാണല്ലോ. അപ്പോൾ ഡിജിറ്റലൈസേഷൻ്റെ ഭാഗമായിട്ടുള്ള ഈ സ്മാർട്ട് മീറ്റർ എന്ന് പറയുന്നത് നമ്മളുടെ ഗ്രിഡ് മാനേജ് ചെയ്യുന്നതിനും നമ്മളുടെ ലോഡ് മാനേജ് ചെയ്യുന്നതിനും ഡിമാൻഡ് സൈഡ് മാനേജ്മെൻറ്റിനും എല്ലാ കാര്യത്തിലും വലിയൊരു അനുഗ്രഹം പോലെയാണ് നമ്മളുടെ ഈ സ്മാർട്ട് മീറ്ററിംഗ് സംവിധാനം. അതിലേക്കും ഇലക്ട്രിസിറ്റി ബോർഡ് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. തീർച്ചയായിട്ടും അത് കേരളത്തിലും ഇംപ്ലിമെൻറ്റേഷനിലേക്ക് വരും. സ്മാർട്ട് മീറ്റർ സംവിധാനം വരുമ്പോൾ അതിൻ്റെതായ ഒരു പ്രയോജനങ്ങൾ ഉപഭോക്താക്കൾക്കുണ്ടാവും, ഇലക്ട്രിസിറ്റി ബോർഡിനുണ്ടാവും. അത് ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ഒരു ബൃഹത്തായ ഒരു പദ്ധതി തന്നെയാണ് സ്മാർട്ട് മീറ്ററിംഗ് സംവിധാനം. നമ്മളെ സ്മാർട്ട് മീറ്ററിലേക്ക് കൊണ്ടുപോവുകയും സ്മാർട്ട് ഗ്രിഡിലേക്ക് പോവുകയും ചെയ്യേണ്ട അനിവാര്യ ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത് നമ്മളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ്.